70 കൊല്ലം ഭരിച്ച LDF, UDF കേന്ദ്രങ്ങളിൽ പോലും വ്യാപകമായ ചർച്ച നടത്തുന്നത് നമ്മുടെ രാജീവ് ജിയുടെ സ്ലോഗൻസ് തന്നെയാണ്. മാറാത്തത് മാറും. ഇവിടെ തിരുവനന്തപുരത്ത് നിയമം ഓൾമോസ്റ്റ് സർട്ടനായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. ഞാനിത് കാണുന്നുണ്ട്. കടത്തിൻ്റെ രാഷ്ട്രീയം, കവർച്ചയുടെ രാഷ്ട്രീയം, കൊള്ളയുടെ രാഷ്ട്രീയം. അവരൊക്കെ ഭരണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കാകളുണ്ടുള്ള കളികളാണ്. കേരള BJPയിലേക്ക് വന്ന കൂടുതൽ ആൾക്കാരും ഇടതുപക്ഷത്തു നിന്ന് വന്നവരാണ്. കോൺഗ്രസ് ഒന്നുമുണ്ട്. മോഡിജി പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 5 കൊല്ലം തരൂ, വികസനം തരാം. മോഡിജി പറയണത് നടക്കാനുള്ള കാര്യമാണ്. പുള്ളി അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടാണ് പറയണത്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? എത്ര സീറ്റ് BJPക്ക് കേരളത്തിൽ നേടുവാൻ സാധിക്കും? എന്തുകൊണ്ട് BJPക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും കേരളത്തിൽ ഇല്ല? നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം നൽകുവാനായി ഇന്ന് മറുനാടനൊപ്പം ചേരുകയാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും അതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC കൂടിയായിരുന്ന M. അബ്ദുൾ സലാം സർ. ദ്രുതഗതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്നല്ല, കാര്യമായി ഉണ്ടായി തുടങ്ങി. ഞാനത് കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിച്ചുവിട്ട മാറ്റത്തിൻ്റെ കാറ്റ്. അത് ഡൽഹിയിൽ നിന്ന് ആ കാറ്റിനെ വളരെ ആവേശത്തോടുകൂടി രാജീവ് ജി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതൊരു കൊടുങ്കാറ്റിൻ്റെ ലക്ഷണമായി മാറിയിട്ടുണ്ട്. അതായത് എല്ലാ തലങ്ങളിലും ഇവിടെ 70 കൊല്ലം ഭരിച്ച LDF, UDF കേന്ദ്രങ്ങളിൽ പോലും വ്യാപകമായ ചർച്ച നടത്തുന്നത് നമ്മുടെ രാജീവ് ജിയുടെ സ്ലോഗൻസ് തന്നെയാണ്. മാറാത്തത് മാറും. കപട രാഷ്ട്രീയം ഇനി വേണ്ട. ലിപ്പ് രാഷ്ട്രീയം, വാചക രാഷ്ട്രീയം വേണ്ട. പ്രവർത്തനം മതി. മാറ്റം വേണം, വികസനം വേണം എന്ന് പറഞ്ഞ് വികസിത കേരളം, വികസിത ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ. പിന്നെ ഇതിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രൈം മിനിസ്റ്റർ പറയുന്നതിലായാലും രാജീവ് ജി പറയുന്നതായാലും വാക്കുകളുടെ ആത്മാർത്ഥത, ട്രസ്റ്റ് വർത്തിനെസ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പലരോടും ചോദിക്കാവുന്നവരുണ്ട്. അപ്പോഴൊക്കെ ആൾക്കാർ പലരും പറയണതാണ്, സാറേ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്, നടക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ചേരികളിൽ പോലും ആവേശം കണ്ട്. പക്ഷേ അവർക്ക് ഭയമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭയമുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓപ്പണായിട്ട് പറയാൻ ഭയമുണ്ട്. അത് താഴെയറ്റത്ത് കൊച്ചു കുട്ടികൾ പോലും ഈ ഒരു ചിന്തയുടെ ഭാഗമാണ്. ഈ ജെൻസി ടീമായാലും വിദ്യാർത്ഥികളായാലും പിന്നെ യങ് ഈ ജോബ് പിന്നെ യുവാക്കളായാലും അവരുടെ എല്ലാം മനസ്സിൽ നല്ലൊരു തിരയടിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ 0 നിന്നല്ലേ തുടങ്ങണത്. ഈ 0 എന്നുള്ള തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അടിച്ചു കയറി ഇത് പറയുന്നതിലൊക്കെ അല്പ അപാകതയില്ലേ. പക്ഷേ ലേറ്റസ്റ്റ് കാൽക്കുലേഷൻസൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ പഴയ മുൻകാല വോട്ട് ബാങ്കിൻ്റെ വോട്ട് കണക്കൊക്കെ വെച്ചിട്ട് 11-12 സീറ്റ് വരെ ഏതാണ്ട് ഡെഫിനിറ്റ് ആയിട്ടുണ്ട്. അതിവിടെ തിരുവനന്തപുരത്ത് നിയമം ഓൾമോസ്റ്റ് സർട്ടനായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. ഞാനിത് കാണുന്നുണ്ട്. വട്ടിയൂർക്കാവും കൈവിട്ട് പോകാൻ ചാൻസ് ഇല്ല. കഴക്കൂട്ടം, ഇതൊക്കെ നമ്മൾ ഇവിടെ 3 കൃത്യമായിട്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരത്തുള്ള പത്മജ, ശോഭാജി, സുരേന്ദ്രൻ, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, കഴക്കൂട്ടം മുരളീധരൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഏതാണ്ട് നമ്മൾ എല്ലാം എൻ്റെ മനസ്സിൽ റിക്കാൾ വരുന്നില്ല. നിങ്ങൾ കണക്കൂട്ടിയപ്പോൾ 11-12 സീറ്റ് ഏതാണ്ട് സർട്ടനാണ്. പിന്നെ ഈ കാറ്റ് മാൻ്റെ ഇതെപ്പോഴാണ് ഗതി കൂടണമെന്ന് അറിയാക്കത്തില്ല. 9 തീയതി അടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആക്സലറേഷൻ കൂടും. കാര്യം ഇവർക്ക് മടുത്ത്, MLA മടുത്ത്, നാടിനെ മടുത്ത്, ഇവരെല്ലാം കള്ളത്തിൻ്റെ രാഷ്ട്രീയം,
കപടതയുടെ രാഷ്ട്രീയം, രാഷ്ട്രീയം, അവർ ആക്കിയിട്ട് കള്ളം, കപടം, കടം, കടത്തിൻ്റെ രാഷ്ട്രീയം, കവർച്ചയുടെ രാഷ്ട്രീയം, കൊള്ളയുടെ രാഷ്ട്രീയം. അവരൊക്കെ ഭരണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കാകളുണ്ടുള്ള കളികളാണ്. ഇത് തന്നെ നോക്കൂ, 300 കോടി രൂപയുടെ മരുന്നിന് ഓർഡർ കൊടുത്തല്ലാതെ മരുന്നില്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റുമാർ, ഇടതുപക്ഷം ഭരിച്ച പ്രസിഡൻറ്റുമാർ മതി എന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നു. ഈ കേരള BJPയിലേക്ക് വന്ന കൂടുതൽ ആൾക്കാരും ഇടതുപക്ഷത്തു നിന്ന് വന്നവരാണ്. കോൺഗ്രസ് ഒന്നുമുണ്ട്. ആ മൈഗ്രേഷൻ വളരെ വളരെ ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. ചിന്തകൾ മാറുന്നുണ്ട്, പെണ്ണുങ്ങൾ വരുന്നുണ്ട്. പൊതുവെ ഓൾ ഇന്ത്യയിലും ഈവൻ കേരളത്തിലും ഈ സ്ത്രീ സമൂഹത്തിന് മോഡിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് മോഡി കൊണ്ടുവന്ന പ്രോഗ്രാം എല്ലാം വിമൻ സെൻട്രിക് പ്രോഗ്രാമാണ്, വിമൻ ബെനിഫിറ്റിംഗ് പ്രോഗ്രാമാണ്. 300ഓളം പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തന്നെ വിമൻ എംപവർമെൻ്റാണ്. അത് ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും സീറ്റ് വരികയും ചെയ്യും. ഇതിനങ്ങോട്ടൊരു ചാട്ടം വരുന്നത് ഇപ്പോഴങ്ങനെ പറയണത് അത്ര ശരിയല്ല. എനിക്ക് തോന്നുന്നത് ഒരു 30 കഴിഞ്ഞു പോകും. 30 കഴിഞ്ഞ് പോകാം. അതിനുള്ള ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ആ അലകൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിപക്ഷത്ത് എന്ന് പറഞ്ഞാൽ ഇടത് വലത് ചേരികളിൽ വന്നിട്ടുണ്ട്, പെണ്ണുങ്ങളിൽ വന്നിട്ടുണ്ട്, യുവാക്കളിൽ വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ കൊണ്ട് മടുത്തവരിൽ വന്നിട്ടുണ്ട്. 3-4 വാചകം പറഞ്ഞു. കള്ളം, കടം, കപടം, കവർച്ച, കൈക്കൂലി. പിന്നെ നമ്മളെ മോഡിജി പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 5 കൊല്ലം തരൂ, വികസനം തരാം. മോഡിജി പറയണത് നടക്കാനുള്ള കാര്യമാണ്. പുള്ളി അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടാണ് പറയണത്. കേരളത്തിന് വേണ്ടി അജണ്ട റെഡിയാണ്. അത് രാജീവ് ജില്ലയിലുണ്ട്. എന്താണെന്ന് 5 കൊല്ലം എക്സ്പീരിയൻസ്, ഇന്ത്യൻ എക്സ്പീരിയൻസ്, ദുബായ് എക്സ്പീരിയൻസ്, സിംഗപ്പൂർ എക്സ്പീരിയൻസ്, മറ്റ് ഡെവലപ്ഡ് നേഷൻസിലെ എക്സ്പീരിയൻസ്, ഇതൊക്കെ വെച്ചിട്ട് കേരളം എങ്ങനെ മാറണം, അതിനൊരു മോഡൽ, ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ റെഡിയാണ്. ഈ നഗരസഭയിൽ BJP അധികാരം പിടിച്ചതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അതുകൂടാതെ നിയമമണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് വലിയ രീതിയിൽ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷൻ, തന്നെ മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളും ചില്ലറക്കാരല്ല, മന്ത്രിയാണ് മത്സരിക്കുന്നത്, ശിവൻകുട്ടിയാണ്, കോൺഗ്രസിൻ്റെ ശബരിനാഥനാണ്. അതുകൊണ്ട് ഇവിടെ കടുത്ത പോരാട്ടം തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം കടുപ്പമായിരിക്കുമോ എന്നുള്ളതാണ്. ഞാനത് വളരെ സസൂക്ഷ്മം നിയമമണ്ഡലത്തെ വീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 21-ൽ 2,05,000 വോട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 40-45,000 വോട്ട് കുറഞ്ഞിരിക്കുന്നു അവിടെ. ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ 1.61 ലാഖേ ഉള്ളൂ. പകുതിയിലധികം വിമനാണ്. 32,000 ക്രിസ്ത്യാനികളാണ്, 17,000 മുസ്ലിങ്ങളാണ്, 1,05,000 ഹിന്ദുക്കളാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ 2 ഓപ്പണൻസ് പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു രാജീവ്ജിയുടെ മുമ്പിൽ അവരൊന്നും കമ്പയറബിൾ ഓപ്പണൻസ് അല്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പം തന്നെ ഈ 140 നിയമം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്രിട്ടിക്കൽ നമ്പർ 1. എൻ്റെ മനസ്സിൽ വരും മോഡിജിക്ക് വാരാണസി, രാജീവ്ജിക്ക് നിയമം. രാജീവ്ജി നിയമത്തെ എടുക്കുകയല്ല, നിയമത്തുകാർ രാജീവ്ജി എടുക്കുകയാണ്. അവർ വാരിക്കോരി എടുക്കുകയാണ്. അവർക്ക് മനസ്സിലായി രാജീവ്ജി അവർക്ക് സ്വന്തമാക്കി കഴിഞ്ഞാൽ വാരാണസി മോഡിജി സ്വന്തമാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നിയമത്തിൽ നിന്ന് തുടങ്ങും കേരളത്തിൻ്റെ വികസനം. നിയമമായിരിക്കും മോഡൽ. നിയമം എസ് എ മോഡൽ. ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് നിയമം ഷുഡ് ബി എ മോഡൽ MLA കോൺസ്റ്റിറ്റ്യുവൻസി. അതങ്ങോട്ട് കോപ്പി ചെയ്യണം. ബാക്കി 140 മണ്ഡലങ്ങളിലും അത് കോപ്പി ചെയ്യണം. അങ്ങനെ ബൃഹത്തായ ഒരു പ്രോജക്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ടേക്ക് 5 to 10 years ടു മേക്ക് കേരള കംപ്ലീറ്റ്ലി ഫുള്ളി ഹാപ്പി എല്ലാ റെസ്പെക്റ്റിലും. ഓരോ മണ്ഡലത്തിലും മണ്ഡലം സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. ഇവിടെ ഈ നിയമമണ്ഡലത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഈ ലിവിങ് എൻവയോൺമെൻറ്റിൽ റെസിഡൻസിയിലുള്ള പ്രോബ്ലംസാണ്. അത് വാട്ടർ ആവാം, ഇലക്ട്രിസിറ്റി ആവാം, ഡ്രെയിനേജ് ആവാം,
പബ്ലിക് അർബൻ റെസിഡൻസി റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, അൺഎംപ്ലോയ്മെൻ്റ് ആവാം, വിമൻ സ്കില്ലിംഗ് ആവാം, വിമൻ എംപ്ലോയ്മെൻ്റ് ആവാം, അങ്ങനെ നിരവധി പ്രോബ്ലംസ് ഉണ്ട്. എനിക്കൊന്നും ഈ രാജീവ്ജിയുടെ വിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് ഒരു പീനട്ട് പോലെ വളരെ വളരെ അദ്ദേഹത്തിൻ്റെ വിഷൻ വെച്ചിട്ട് ഹീസ് എ പേഴ്സൺ, ട്രിപ്പിൾ ടൈം MP, ഫോർമർ മിനിസ്റ്റർ. ലോകത്ത് ഒരു രാജ്യവും അദ്ദേഹം കാണാത്ത രാജ്യമില്ല. അമേരിക്കയെ തുടങ്ങി അദ്ദേഹം കാണാത്ത ഏത് രാജ്യമുള്ളത്? അത് ഈസ് ആൻ ഇന്നൊവേഷൻ എക്സ്പെർട്ട്, ടെക്നോക്രാറ്റ്, വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. രാജീവ്ജി ഞാൻ അടുത്ത് നോട്ട് ചെയ്തത്, സാധാരണ ചില ആൾക്കാർ ഇൻ്റലിജൻ്റാണ്, ഇങ്ങനെ ഇൻ്റലിജൻറ്റുമാണ്, ഇമോഷണലുമാണ്. ഈ ഫീൽഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ വന്ന് അദ്ദേഹത്തെ പിടിച്ചാണ്ടല്ലേ, അദ്ദേഹം കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയണ ഈ നിയമത്തുകാരെനിക്ക് പാർലമെൻറ്റ് ഇലക്ഷന് തന്ന സ്നേഹം ലോകത്ത് ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പുള്ളി പറയുന്നുണ്ട് അതെനിക്ക് തിരിച്ചു കൊടുക്കണം, അതിനു വേണ്ടിയാണ്, അതിൻ്റെ കടപ്പാടാണ് എന്ന് പറയുന്ന രാജീവ്ജിയെ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയും 24 × 365 days, 24 hours 365 days ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനിവിടെ വീട് വാങ്ങി നിയമത്തുകാരനായി, ഇവിടെ ട്രിവാൻഡ്രക്കാരനായി താമസിക്കുകയാണ്, വികസനം കൊണ്ടുവരികയാണ് എൻ്റെ ദൗത്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ്, അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹത്തിൻ്റെ ടെക്നോളജി, ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമ്മുടെ മോഡിജിയുടെ ഒരു ആത്മാവ് ഇദ്ദേഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് മിനി മോദി എന്ന. സത്യത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മോഡിജി എനിക്കത് ഈ മോഡിജിയോടുള്ള ചേർന്നുള്ള ജീവിതം ഉണ്ടല്ലേ, മോഡിജിയുടെ ട്രെയ്റ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഗുഡ് ഗവേണൻസ്, പീപ്പിൾ സെൻട്രിക് ഗവേണൻസ്, ആൾക്കാരാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഫിലോസഫി, ക്വിക്നെസ്, ടെക്നോളജി, ട്രാൻസ്പാരൻസി, സീറോ കറപ്ഷൻ, ഇങ്ങനെയുള്ള പീപ്പിൾ സെൻട്രിസിറ്റി. പിന്നെ ഇവരൊക്കെയല്ലേ പറയണത് ഈ BJP ജാതി, ഒരിക്കലും BJPക്ക് ജാതി ഇല്ല. റിപ്പീറ്റ് ചെയ്ത് ഞാൻ അവരോട് പറയുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയ BJPയുടെ ജാതി രാഷ്ട്രം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയ BJPയുടെ മതവും രാഷ്ട്രം തന്നെയാണ്. BJPയുടെ വിശ്വാസവും നിശ്വാസവും രാഷ്ട്രമാണ്. രാഷ്ട്രവും രാഷ്ട്രത്തിലുള്ള ജനങ്ങളും അത് തന്നെയാണ്. പക്ഷേ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ആശാന്മാർ LDFും UDFും മുസ്ലിങ്ങളുടെയൊക്കെ ചെന്ന് പറയും ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകൻ, BJP നിങ്ങളെ കൊന്നുകളയും, തിന്നുകളയും, പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത് വോട്ടിന് വേണ്ടി മാത്രമാണ്. അവർക്കൊരിക്കലും ഇവിടുത്തെ വീക്കർ സെക്ഷനെ, ഇവിടുത്തെ മൈനോറിറ്റിയെ രക്ഷിക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർക്ക് വാക്കുകൊണ്ട് മാത്രമേ പറ്റൂ. അത് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല എന്നുള്ള ചോദ്യം? ഈ ചോദ്യം ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നു. അവർ ഇവിടുത്തെ ഈ പൊളിറ്റിക്സിൻ്റെ എന്താ പറയണത്, വളരെ മൈന്യൂട്ടായ വശങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ചോദ്യം. അതായത് കേരളത്തിലിപ്പോൾ തന്നെ 27% മുസ്ലിം എന്ന് പറയുമ്പോൾ കണക്കെടുത്ത 3.6 കോടി 90-95 ലക്ഷം. എത്ര പേരുണ്ട് BJPയിൽ? BJPയിൽ വരാൻ സമ്മതിക്കത്തില്ല. BJPക്ക് വോട്ട് ചെയ്താൽ ഉടനെ ഇവർ പറയണത് എന്താണെന്നറിയാം? ഇസ്ലാമെന്ന് വെളിയിലായി. ഭീഷണിപ്പെടുത്തുക, പേടിപ്പെടുത്തുക, പള്ളി കയറാൻ സമ്മതിക്കാതിരിക്കുക, പിള്ളേരെ കെട്ടിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഔട്ട്കാസ്റ്റ് ചെയ്ത് കളയുക. ആ ഒരു ഭയം കൊണ്ടാണ് വരാത്തത്. ഒരു മേജർ മൈനോറിറ്റിയാണല്ലേ, മൈനോറിറ്റി. ഇപ്പോൾ ഇവരോട് പറയും BJP, RSS പാർട്ടി, ചണകപ്പാർട്ടി, നിങ്ങളെ കൊല്ലും, നിങ്ങളെ തിന്നും, നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങളേ ഉള്ളൂ. LDF പറയും. UDF മത്സരിച്ച് പറയും നോ 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 ഞങ്ങളേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാവുന്ന മുസ്ലിങ്ങളുള്ള ജമാഅത്തെ ഇസ്ലാമി, അവരുടെ ഫിലോസഫി തന്നെ അത് ആൻറ്റി നാഷണൽ അല്ലേ. അവർക്ക് തന്നെ ഈ 90-95 ലക്ഷം മുസ്ലിങ്ങളിൽ 1% പോലും കാണത്തില്ല ഈ ജമാഅത്തെ ഇസ്ലാമി, PDP ആൾക്കാർ. വളരെ വളരെ തുച്ഛം. പക്ഷെ അവർ റബലാണ്, അഗ്രസീവാണ്, അവരെന്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പേടി. ഇവരെ കൂടെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും? ഈ മുസ്ലിങ്ങളെല്ലാത്തിനെയും ഇടതും വലതും മാറി മാറി സംരക്ഷകരായി പ്രീണിപ്പിച്ച് വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുന്ന കാലാവസ്ഥയിൽ ഇങ്ങോട്ട് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റി? മുസ്ലിങ്ങൾ അത് എല്ലാവർക്കും കാര്യം മനസ്സിലാവത്തില്ലല്ലോ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. BJPയിലേക്ക് വരത്തില്ല. അബ്ദുൽ സലാം അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി, അങ്ങനെ കുറച്ച് പേരെ ഈ പാർട്ടിയിലുള്ളു.
എന്നെ 2021 തിരൂർ മത്സരിക്കാൻ പറഞ്ഞു. അത് ഡൽഹിയിൽ നിന്നൊരു അനൗൺസ്മെൻറ്റാണ്. എനിക്ക് അനുസരിച്ചേ പറ്റൂ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മൊത്തം ഒരു മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടുത്തുകാരെ എനിക്ക് എത്ര 1000 വോട്ട് അധികം തന്നെന്ന് തോന്നുന്നു. 1000 വോട്ടായിട്ടാണ് എനിക്ക് അധികം കിട്ടിയത്. എന്നുവെച്ചാൽ എനിക്കൊരു ബേണിങ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. അതിന് ഭയങ്കര പൊള്ളലും വിഷമവും വേദനയും. ആദ്യത്തെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് വാസ് ട്രാജഡി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു മുസ്ലിം ആളിനെ നിർത്തി, ചിലപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള പരിസമ്പന്നമായ ഒരാളെ നിർത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഇവരുടെ മനം മാറുമെന്ന് വിചാരിച്ചൊരു ടെസ്റ്റായിരുന്നു. ആസിഡ് ടെസ്റ്റ് 1. ഞാൻ ബേൺ അടിച്ചതേ ഉള്ളൂ, കംപ്ലീറ്റ് ബേൺഡാണ്. ഓക്കെ, ആ വേദന കൊണ്ട് ഞാനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് 24 ആയപ്പോഴത്തേക്ക് എന്നോട് മോഡിജി ആസ്മി അഗെയിൻ ഫ്രം ഡൽഹി. ഇവിടെ മലപ്പുറത്ത് ഇട്ടിട്ട് ഞാൻ TV കാണുന്നു, അബ്ദുൾ സലാം മലപ്പുറം. ഞാൻ അന്തം വിട്ട് നോക്കിയപ്പോൾ 7 മണ്ഡലം ഉണ്ട് അതിനകത്ത്, 15 ലക്ഷം വോട്ട്. ഞാൻ ആകെ വിഷമിച്ച്. എന്നാലും കൂടി നടന്ന് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തല്ലേ, പല രീതിയിലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും മലപ്പുറം കാലിക്കറ്റ് ഏരിയയിലെ ഓരോ വീടിലും എത്രയോ കുട്ടികളാണ് ഞാൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റുമായിട്ടുള്ളവർ തന്നെ. എനിക്ക് സന്തോഷത്തോടെയാണ് ഞാനത് കർമ്മം ചെയ്തത്. അതൊന്നും തിരിച്ചു ചോദിക്കുന്നൊന്നും അല്ല. എന്നാലും എനിക്കൊരു നല്ല നിയ്യത്തുണ്ടായിരുന്നു. മോഡിജിക്കൊരു നിയ്യത്തുണ്ടായിരുന്നു. മോഡിജിയുടെ നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു: അബ്ദുൾ സലാമിലൂടെ മലപ്പുറം ഒരു മോഡൽ ജില്ലയാക്കുക, അതോടൊപ്പം കേരളവും, മലപ്പുറത്തെ മുസ്ലിം പോക്കറ്റുകളും ഒപ്പം കേരളവും വികസിപ്പിച്ച് ഒരു മോഡൽ ഏരിയ, ഡെവലപ്മെൻറ്റ് ഏരിയയ്ക്ക് മാറ്റണമെന്നും ഒക്കെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ അവിടെ പരീക്ഷിച്ചത്. അവർ വിചാരിച്ച് അവിടെ എനിക്ക് 20,000 വോട്ട് അധികം കിട്ടി. ഒരു MP കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 20,000 വോട്ട് കൂടുതലല്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബേണിംഗ് ആയിരുന്നു എനിക്ക്. രണ്ടാമത്തെ ശരീരം മൊത്തം അപ്പോൾ ബേൺഡായി, ടോട്ടലി ബേൺഡായി. എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ബേൺഡായി. ഒരിക്കലും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, പാർലമെൻ്ററി ആസ്പിറേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ദിസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് വന്ന ഓർഡറാണ്. ഇപ്രാവശ്യം രാജുജി എന്നോട് ചോദിച്ചു. ഞാൻ പറയും, സാറേ എൻ്റെ ശരീരത്തിൽ ഇനി പൊള്ളാൻ ഇനി സ്ഥലമില്ല, ഇതുപോലെയുള്ള 0 വോട്ട് കിട്ടുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് ഒരു ഓർഡർ ആണെങ്കിൽ പാർട്ടി നിൽക്കുകയാണെങ്കിൽ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണം, ഞാൻ മറ്റവർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓഹോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അപ്പോൾ എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞു, ഐ വിൽ ക്യാമ്പയിൻ ഫോർ ഓൾ ദ സ്റ്റേറ്റ്, എൻ്റയർ സ്റ്റേറ്റ്, ഫോക്കസിങ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇവിടെ വേണ്ട. അങ്ങനെയാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നഷ്ടപ്പെട്ടത്. അബ്ദുള്ള കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം എനിക്കറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന് സമ്മറി, മുസ്ലിങ്ങളേ വരാനില്ല. ഉള്ള മുസ്ലിങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ, മുസ്ലിം പോക്കറ്റ് നിർത്തിക്കളഞ്ഞാലും മുസ്ലിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ എന്താ മാർഗം? പിന്നെ ഒരു ഹിന്ദുവിനെ പിടിച്ച് ഇവിടെ കൊണ്ട്, ഹിന്ദുക്കൾ ഒരുപാട് പേര് ഇതിപ്പോണ്ടല്ലോ. മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടോ, എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന് ചോദിക്കുന്നത് തന്നെ ഇന്നലെയോ മെനഞ്ഞാന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. ഗോപാലകൃഷ്ണൻ ഒരു ഹിന്ദു MLA ഇല്ലല്ലോ എന്ന് പറഞ്ഞതിനൊരു വലിയ ഹ്യൂ ആൻഡ് ക്രൈ ആയിരുന്നു. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൽ എന്തുകൊണ്ട് മുസ്ലിം MLA ഇല്ല എന്നൊക്കെ ചോദിക്കുന്നതും അത് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പാർട്ടിക്ക് വലിയ ആഗ്രഹമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ചേർത്ത് പിടിക്കണമെന്നും അവരെ കാൻഡിഡേറ്റ് ആക്കണമെന്നും. പക്ഷേ മുസ്ലിംസ് വരാനില്ല. ഉള്ള മുസ്ലിമിനെ ടെസ്റ്റ് ചെയ്താൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് അതിൻ്റെ റീസൺ. എന്നിരുന്നാലും മോഡിജി വളരെ സ്പെസിഫിക് ആയിട്ട് രാജീവ്ജിയോട് ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യണം, അവർ വരും, പതുക്കെ വരും, അവരുടെ ആവശ്യം നേടിക്കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഇവിടെ നമ്മുടെ രാജീവ്ജിയെ കാണാൻ വരും. എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ഇടപെടുന്നതും സംസാരിക്കുന്നതും. ഉടനെ തന്നെ ഒരു പേപ്പർ വാങ്ങിക്കുന്നതും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ അയക്കുന്നതും ടക്ക് 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 എന്നാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് സ്പെഷ്യൽ കെയറാണ് അവർക്ക് കൊടുക്കുന്നത്. കാര്യം പാർട്ടിയുടെ ബിലീഫ് ഇവർ ഒന്നീ പേടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ കള്ളപ്രചരണം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുന്നില്ല. പിന്നെ മൂന്നാമത് പാർട്ടിക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞു ഏതാണ്ട് 90 ലക്ഷം, അതിൽ പകുതി വിമനില്ലേ, അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു അഡോറേഷനാണ് പ്രൈം മിനിസ്റ്റർ മോഡിയെ പറ്റി. പിന്നെ ഏതാണ്ട് 13 സ്കീംസ് മുസ്ലിംസിന് വേണ്ടി തന്നെ പ്രൈം മിനിസ്റ്റർ മോഡിജി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുത്തലാഖിൻ്റെതോ നമുക്കറിഞ്ഞൂടെ, മുത്തലാഖ് ബില്ല് ബാൻ ചെയ്ത ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ അല്ലേ.
അത് കഴിഞ്ഞിട്ട് ഹജ്ജിന് കൊണ്ടുവന്ന റിഫോംസ്, അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് തനിയെ പോകാൻ, ആണുങ്ങളില്ലാതെ പോകാനുള്ള, അങ്ങനെ ഇതെല്ലാം മോഡി ചെയ്തിട്ടും ഇവർക്ക് നിന്നുള്ള റെസ്പോൺസ് പ്രോപ്പറായിട്ട് വരാത്തത് എനിക്ക് തോന്നുന്നു അവരുടെ കുഴപ്പമല്ല, അവരെ പേടിപ്പിച്ചോ പ്രീണിപ്പിച്ചോ നിർത്തുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ സമയമെടുക്കും, അവർ വരും. അവസാനത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ തൂക്ക് മന്ത്രിസഭ ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനങ്ങളെല്ലാം തന്നെ നിരീക്ഷണങ്ങളും നിലവിലിപ്പോൾ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാധ്യതയുണ്ട്. എന്താണ് നിരീക്ഷണം? തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര്, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയും 60 20 എന്ന് പറയും, ചിലർ 55 30 എന്ന് പറയും. അതിൻ്റെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആയിട്ട് കേരള ജനത്തോട് എനിക്ക് പറയാനുള്ളതുണ്ട്, നിങ്ങൾക്ക് തലയുണ്ടെങ്കിൽ ആലോചിക്കൂ. 70 കൊല്ലം നിങ്ങൾ ഇപ്പുറവും മാറി 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 കുത്തി കണ്ടതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ആ രാഷ്ട്രീയം, കള്ളരാഷ്ട്രീയം, കപട രാഷ്ട്രീയം, കവർച്ചയുടെ രാഷ്ട്രീയം, കൈക്കൂലി രാഷ്ട്രീയം, ആര് വന്നാലും ഇതല്ലേ ചെയ്യണത്. ഇടത് വന്നാലും വലത് വന്നാലും ഇതല്ലേ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മടുത്തില്ലേ? അതുകൊണ്ട് തൂക്കിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ബസ്സാണ്. 26 മിസ് ചെയ്ത 5 കൊല്ലം നിങ്ങളിവിടെ ഇരുന്ന് കഷ്ടപ്പെടണം. നിങ്ങൾക്ക് വിശ്വസിക്കാം മോഡിജിയെ, നിങ്ങൾക്ക് വിശ്വസിക്കാം രാജീവ്ജിയെ. രാജീവ്ജി ഇത് നമുക്ക് കിട്ടാവുന്ന ദ ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും, സംശയമൊന്നുമില്ല. അങ്ങേര് പറയുകയാണെങ്കിൽ ഉണ്ടല്ലേ, നമ്മുടെ കേരള നമ്പർ 1 സ്റ്റേറ്റായിട്ട് മാറും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയണം, വി ഷുഡ് ഹാവ് എൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹിയർ, വി ഷുഡ് ഹാവ് എ നോളജ് റെവല്യൂഷൻ ഹിയർ, വി ഷുഡ് ഹാവ് എ ടൂറിസം റെവല്യൂഷൻ ഹിയർ, വി ഷുഡ് ഹാവ് എൻ ഇൻഫ്രാസ്ട്രക്ചർ റെവല്യൂഷൻ ഹിയർ. അവർ കേരള ഷുഡ് ബി എ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ എഡ്യൂക്കേഷൻ, ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയയിലാണ് പുള്ളി പ്രോജക്ട്സും പ്രോഗ്രാംസും ഉണ്ടാക്കി റെഡിയായി നിൽക്കുന്നത്. ഫണ്ട് ഫ്ലോ ഉണ്ടല്ലോ ഇന്നത്തെക്കാളും മൾട്ടിപ്പിൾ ടൈംസ് ഇൻക്രീസ് ചെയ്യും, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആവും, ഇൻവെസ്റ്റേഴ്സ് വരും, ജോബ് റെവല്യൂഷൻ വരും. അതായത് നമ്മുടെ വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഭാരതം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്താണ് ഈ വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഭാരതം, വികസിച്ച നാട് എന്ന് പറഞ്ഞാൽ അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പല തരത്തിലുള്ള നീഡ്സ് ഉണ്ട്. അത് ഹൗസിംഗ് നീഡായിരിക്കാം, ഫുഡിൻ്റെ നീഡായിരിക്കാം, ഇലക്ട്രിസിറ്റി എനർജി ആയിരിക്കാം, വാട്ടർ ആയിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, ഹൗസിംഗ് ആയിരിക്കാം, എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, മൊബിലിറ്റി ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ്. എല്ലാ ഹ്യൂമൻ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റേറ്റീവ്ലി ഇമ്പ്രൂവ് ചെയ്ത് അവൻ്റെ ഹെൽത്ത് ആയിരിക്കാം. അവസാനം he will reach a level of happiness, happy citizen. ഇതിലേക്ക് വരിക എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ. ഇതിന് വേണ്ട എല്ലാ എലമെൻസും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ടൈം ബൗണ്ട് കൊണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും വീടുണ്ട്, എല്ലാവർക്കും ആരോഗ്യമുണ്ട്, എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്. ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞ് അതിനുള്ള റിസോഴ്സ് നമുക്കുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ ഇവർ ചെയ്തതാണെന്ന് ഈ ജനങ്ങൾ അറിയാത്ത ഏറ്റവും വലിയ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കുറേ സ്വത്തുക്കളുണ്ടെന്ന് വിചാരിച്ചു. ഈ സ്വത്തുക്കളിൽ ഒരുപാട് നിധികളുണ്ട്, കിളച്ചും കൃഷി ചെയ്തും ഇൻഡസ്ട്രി നടത്തിയൊക്കെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ചിലവാക്കുന്ന ഒരു സിസ്റ്റം. രണ്ടാമത് ഒരു ഫാമിലി എടുക്കൂ, ഒരു കഷ്ണം വീതം വിറ്റ് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് അരി വാങ്ങിച്ച് അല്ലെങ്കിൽ ചിലവഴിച്ച് എന്താ പറയുക ധൂർത്തടിക്കുന്ന ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ കാര്യം ഇവർ ചെയ്യുന്നത്, കേരള സംസ്ഥാനത്തെ മൊത്തം കൊള്ളയടിക്കുക, കേരള സംസ്ഥാനം പണയം വെച്ച് കടം വാങ്ങിക്കുക. കടം എങ്ങനെയാണ് വരുന്നത്? 6 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 3.6 crore വരുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം നിങ്ങൾക്കും എനിക്കും കുട്ടിക്കുമായി. ഇവരിത് കടമെടുത്തുകൊണ്ടിരിക്കും, നിങ്ങളും ഞാനും കാണത്തില്ല. 1.25 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, ഇങ്ങനെ കോടികൾ പെർ ക്യാപിറ്റ കൂടുമ്പം ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ ജനം അറിയത്തില്ല. അതേസമയം ഒരു വീട്ടിലാണെങ്കിൽ ഒരപ്പം കടമെടുത്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചോ, കുറേ കഴിയുമ്പോൾ 10 ഏക്കർ 9 ഏക്കറായി 8 ഏക്കറായി 7 ഏക്കറായി കുറയുന്ന ഒരു രീതിയിൽ മക്കളെല്ലാം എന്താ പറയുക കുഴിമടിയന്മാരായി അധോഗതിയായി രാഷ്ട്രം വല്ലവനും തീരെഴുതി കൊടുക്കേണ്ട ഒരു കാലാവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ ജനം 70 കൊല്ലം പറ്റിക്കപ്പെട്ടത് മനസ്സിലാക്കിയിട്ട് ആലോചിച്ച് ചിന്തിച്ച് നരേന്ദ്രമോദിയെപ്പോലെ ഒരു ശക്തനായ നേതാവുള്ള അതേ പാർട്ടി പാരമ്പര്യമുള്ള
രാജുജി തിരുവനന്തപുരത്ത് വരത്തക്ക രീതിയിൽ ഈ കേരള സംസ്ഥാനത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ സുരക്ഷിതർ, നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതർ, നിങ്ങളുടെ നാട് സുരക്ഷിതർ. അതാവും. ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് നമ്മുടെ ജനത്തോട് പറയാനുള്ളത്.